ആലപ്പുഴയിലെ ശാന്തമായ ഒരു കായലോരത്തായിരുന്നു ശ്രീനിലയം എന്ന പഴയ തറവാട് സ്ഥിതി ചെയ്യുന്നത്. പായൽ പിടിച്ച മതിലുകളും വീടിനു ചുറ്റുമുള്ള തഴച്ചു വളർന്ന തെങ്ങുകളും കായലിൽ നിന്നുള്ള കുളിർക്കാറ്റും ആ വീടിനൊരു പ്രത്യേക ഗാംഭീര്യം നൽകിയിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ആ തറവാടിന്റെ അകത്തളങ്ങളിൽ എപ്പോഴും ചന്ദനത്തിരിയുടെയും തുളസിയുടെയും ഗന്ധം തങ്ങി നിൽക്കുമായിരുന്നു. ആ വലിയ വീട്ടിലെ ഏക അവകാശി നീലകണ്ഠൻ നായരായിരുന്നു. ഒരു പ്രമുഖ മർച്ചന്റ് ഷിപ്പിലെ ചീഫ് എഞ്ചിനീയറായ നീലകണ്ഠൻ മാസങ്ങളോളം കടലിന്റെ നടുവിലായിരിക്കും. എങ്കിലും നാട്ടിലെത്തിയാൽ അദ്ദേഹം തന്റെ അമ്മ ലക്ഷ്മി അമ്മയുടെ തണലിലായിരുന്നു കഴിഞ്ഞിരുന്നത്. നീലകണ്ഠനെ സംബന്ധിച്ചിടത്തോളം അമ്മയായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. കഠിനമായ കാറ്റിലും കോരിച്ചൊരിയുന്ന മഴയിലും കടലിലെ വമ്പൻ തിരമാലകളോടും പൊരുതുന്ന കരുത്തനായ ആ മനുഷ്യൻ അമ്മയുടെ മുന്നിലെത്തിയാൽ വെറുമൊരു കൊച്ചുകുട്ടിയായി മാറും. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിധി ലക്ഷ്മി അമ്മയെ ഒരു ചക്ര കസേരയിലേക്ക് തളച്ചിട്ടു. സംസാരശേഷി നഷ്ടപ്പെട്ട അവർക്കിപ്പോൾ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിലും മകൻ അരികിലെത്തുമ്പോൾ അവരുടെ ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പും. ആ ചുളിവ് വീണ കൈകൾ മകനെ അനുഗ്രഹിക്കാനായി പതുക്കെ ഉയരും. തന്റെ അമ്മയെ ഇത്രയും സ്നേഹിക്കുന്ന മറ്റൊരു മകൻ ആ നാട്ടിലുണ്ടാകില്ല എന്ന് അയൽവാസികൾ എപ്പോഴും പറയും. നീലകണ്ഠന്റെ ഭാര്യ രശ്മി നാട്ടുകാരുടെ കണ്ണിൽ ഒരു തികഞ്ഞ കുടുംബവിളക്കായിരുന്നു. പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകുന്നതും നെറ്റിയിൽ വലിയ ചന്ദനക്കുരി തൊട്ട് പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുന്നതും അവളുടെ ശീലമായിരുന്നു. വീടിന്റെ ഉമ്രത്ത് വന്നിരിക്കുന്ന അയൽപ്പക്കത്തെ സ്ത്രീകളോട് അവൾ എപ്പോഴും പറയും, എന്റെ അമ്മ മരിച്ചു പോയതാണ്, അതുകൊണ്ട് ഈ അമ്മയെ എനിക്ക് എന്റെ സ്വന്തം അമ്മയെ പോലെ കാണാൻ കഴിയൂ. എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, അമ്മയെ നോക്കുന്നത് എനിക്ക് പുണ്യമാണ്. അവളുടെ വാക്കുകളിൽ വീണുപോയ നാട്ടുകാർ അവളെ ആദർശ മരുമകളായി വാഴ്ത്തി. നീലകണ്ഠനും വിശ്വസിച്ചിരുന്നത് തന്റെ അഭാവത്തിൽ അമ്മയെ പൊന്നുപോലെ നോക്കാൻ രശ്മിയുണ്ടല്ലോ എന്നാണ്. എന്നാൽ ആരും കാണാത്ത രശ്മിയുടെ മറ്റൊരു മുഖമുണ്ടായിരുന്നു. ഭർത്താവിനോടും നാട്ടുകാരോടും അവൾ കാണിച്ചിരുന്ന സ്നേഹമെല്ലാം വെറുമൊരു അഭിനയം മാത്രമാണ്. അകത്തളത്തിന്റെ മറവിൽ അവൾക്ക് ലക്ഷ്മി അമ്മ ഒരു ഭാരമായിരുന്നു. തളർന്നു കിടക്കുന്ന ആ വൃദ്ധയെ നോക്കുന്നത് തന്റെ ആഡംബര ജീവിതത്തിന് തടസ്സമാകുന്നു എന്നവൾ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിച്ചു. നീലകണ്ഠൻ ജോലിക്ക് പോകുന്ന ആ ദിവസം മുതലാണ് അവളുടെ ക്രൂരമായ തനിനിറം പുറത്തു വരാൻ പോകുന്നതെന്ന് ആ പാവം ലക്ഷ്മി അമ്മ പോലും അറിഞ്ഞിരുന്നില്ല. ശ്രീനിലയത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ വലിയൊരു ചതിയുടെ വിത്തുകൾ പാകിക്കഴിഞ്ഞിരുന്നു. കടലിലെ തിരമാലകളേക്കാൾ ഭീകരമായ ഒരു കൊടുങ്കാറ്റാണ് തന്റെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നതെന്ന് നീലകണ്ഠൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പുതിയൊരു പ്രൊജക്ടിന്റെ ഭാഗമായി 6 മാസത്തേക്ക് നീലകണ്ഠൻ കപ്പലിൽ കയറേണ്ടി വന്നു. യാത്ര പുറപ്പെടേണ്ട ദിവസം അതിരാവിലെ തന്നെ ശ്രീനിലയത്തിൽ വലിയ തിരക്കായിരുന്നു. തന്റെ വസ്ത്രങ്ങളും മറ്റാവശ്യ വസ്തുക്കളും ബാഗിലാക്കുമ്പോഴും നീലകണ്ഠന്റെ മനസ്സ് മുഴുവൻ അമ്മയെക്കുറിച്ചുള്ള ആശങ്കയിലായിരുന്നു. ഇത്തവണ പോകുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു ഭാരം ഉള്ളിൽ അനുഭവപ്പെട്ടു. മുറിയിൽ ചക്ര കസേരയിൽ ഇരിക്കുന്ന അമ്മയുടെ അരികിലേക്ക് അദ്ദേഹം പതുക്കെ നടന്നു ചെന്നു. ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ ആ നിമിഷം നിറഞ്ഞിരുന്നു. സംസാരിക്കാൻ കഴിയാത്ത അവർ തന്റെ വിറക്കുന്ന കൈകൾ കൊണ്ട് മകന്റെ കൈപ്പത്തികൾ ചേർത്ത് പിടിച്ചു. ആ കണ്ണുകളിൽ ഭയവും സങ്കടവും ഒരേപോലെ നിഴലടിക്കുന്നുണ്ട്. അമ്മേ, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഈ 6 മാസം പെട്ടെന്ന് കടന്നു പോകും, ഞാൻ വരില്ലേ? നീലകണ്ഠൻ അമ്മയുടെ മടിയിൽ തലവെച്ച് ഒരു കൊച്ചുകുട്ടിയെ പോലെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അമ്മയെ ആശ്വസിപ്പിക്കാനായിരുന്നുവെങ്കിലും തന്റെ ജീവന്റെ പാതി ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന വേദന അദ്ദേഹത്തിനുണ്ടായിരുന്നു. മകന്റെ തലയിൽ തലോടുമ്പോൾ ലക്ഷ്മി അമ്മയുടെ വിരലുകൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ ചലിച്ചു. ഒരു പക്ഷേ വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് ആ അമ്മയുടെ മനസ്സ് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാകാം. നീലകണ്ഠൻ പതുക്കെ എഴുന്നേറ്റ് അമ്മയുടെ നെറ്റിയിൽ ചുംബിച്ചു. അടുത്ത നിമിഷം അദ്ദേഹം രശ്മിയെ അരികിലേക്ക് വിളിച്ചു. രശ്മി തന്റെ സാരി തുമ്പുകൊണ്ട് കണ്ണു തുടച്ചുകൊണ്ടാണ് അവിടേക്ക് വന്നത്. രശ്മി, എനിക്കറിയാം നീ അമ്മയെ നന്നായി നോക്കുമെന്ന്, എങ്കിലും എനിക്ക് വല്ലാത്തൊരു പേടി. അമ്മക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ എങ്ങനെ പറയും? നീ വേണം അമ്മയുടെ കണ്ണും കാതും നാവുമൊക്കെയായി മാറാൻ. നീലകണ്ഠന്റെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. ഇത് കേട്ടതും രശ്മി ഭർത്താവിന്റെ കാൽക്കൽ വീണ് വന്ദിച്ചു. അവൾ എഴുന്നേറ്റപ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു ഭക്തിയും സ്നേഹവും നിറഞ്ഞിരുന്നു. നീലേട്ട, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. ഈ അമ്മ എനിക്കും എന്റെ പെറ്റമ്മയെ പോലെയല്ലേ? നിങ്ങൾ ഇല്ലാത്തപ്പോൾ അമ്മയുടെ ഓരോ കാര്യവും ഞാൻ നോക്കിക്കോളാം. ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ അമ്മയെ സംരക്ഷിക്കും. നിങ്ങൾ സമാധാനമായി പോയി വരൂ. ഇതാ അമ്പലത്തിലെ പ്രസാദമാണ്, ഇത് നെറ്റിയിൽ തൊടൂ. അവൾ അതിമനോഹരമായി അഭിനയിച്ചു. അവളുടെ വാക്കുകളിലെ ആത്മാർത്ഥതയിൽ നീലകണ്ഠൻ പൂർണ്ണമായും വിശ്വസിച്ചു. തന്റെ ഭാര്യയെ പോലെ സ്നേഹവതിയായ ഒരു സ്ത്രീയെ കിട്ടിയത് ഭാഗ്യമാണെന്ന് അദ്ദേഹം ഉള്ളിൽ കരുതി. മുറ്റത്ത് കാർ വന്നു നിന്നപ്പോൾ നീലകണ്ഠൻ അവസാനമായി ഒരിക്കൽ കൂടി അമ്മയെ നോക്കി. ലക്ഷ്മി അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ താഴേക്ക് വീണു. രശ്മി അപ്പോഴും അമ്മയുടെ തോളിന് ചുറ്റും കൈയിട്ട് ചേർത്ത് പിടിച്ച് ഉമ്മറത്ത് നിൽക്കുകയായിരുന്നു. കാർ ഗേറ്റ് കടന്നു പോകുന്നതുവരെ രശ്മി കൈ വീശി കാണിച്ചു. എന്നാൽ കാറ് കാഴ്ചയിൽ നിന്ന് മറഞ്ഞ അടുത്ത നിമിഷം അവളുടെ മുഖത്തെ ആ പുഞ്ചിരി
മാഞ്ഞു. സ്നേഹത്തിനു പകരം ക്രൂരമായ ഒരു ഭാവം ആ കണ്ണുകളിൽ തെളിഞ്ഞു. അവൾ ലക്ഷ്മി അമ്മയുടെ തോളിൽ നിന്ന് കൈമാറ്റി. ഇനി കളി തുടങ്ങാം, അവൾ സ്വയം മന്ത്രിച്ചു. ലക്ഷ്മി അമ്മ ഭയത്തോടെ മരുമകളുടെ മുഖത്തേക്ക് നോക്കി. വരാനിരിക്കുന്ന 6 മാസങ്ങൾ തനിക്ക് മരണതുല്യമായിരിക്കുമെന്ന് ആ പാവം അമ്മക്ക് അപ്പോൾ മനസ്സിലായി. നീലകണ്ഠൻ പോയി ആഴ്ചകൾ പിന്നിട്ടതോടെ ശ്രീനിലയത്തിലെ അന്തരീക്ഷം ആകെ മാറിത്തുടങ്ങി. ഉമ്മറത്തെ ചിരിയും കായലോരത്തെ സമാധാനവും പതുക്കെ മാഞ്ഞുപോയി. ഭർത്താവിന്റെയും നാട്ടുകാരുടെയും കണ്ണിൽ പൊടിയിടാൻ ലക്ഷ്മി അണിഞ്ഞിരുന്ന ആദർശവതിയുടെ മുഖമൂടി അവൾ അഴിച്ചുവെച്ചു. തളർന്നു കിടക്കുന്ന ലക്ഷ്മി അമ്മയെ പരിചരിക്കുന്നത് ഒരു പുണ്യമായി പ്രസംഗിച്ചിരുന്ന അവൾക്ക് ഇപ്പോൾ ആ വൃദ്ധയുടെ സാമീപ്യം പോലും അസഹനീയമായി തോന്നി. ആദ്യം അവൾ ചെയ്തത് ലക്ഷ്മി അമ്മയെ നോക്കാൻ നിർത്തിയിരുന്ന ഹോം നഴ്സിനെ ഒഴിവാക്കുക എന്നതായിരുന്നു. അമ്മയ്ക്കിപ്പോൾ വലിയ കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് നീലകണ്ഠനോട് കള്ളം പറഞ്ഞാണ് അവൾ ആ സഹായം നിഷേധിച്ചത്. ഹോം നഴ്സിനെ പിരിച്ചുവിട്ടതോടെ ലക്ഷ്മി അമ്മ പൂർണ്ണമായും രശ്മിയുടെ നിയന്ത്രണത്തിലായി. എന്റെ ജീവിതം ഹോമിക്കാൻ വന്ന ഒരു ശവം എന്ന പാവം അമ്മയുടെ മുഖത്ത് നോക്കി അവൾ ശപിക്കാൻ തുടങ്ങി. ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നു ആദ്യത്തെ ക്രൂരത. സംസാരശേഷി ഇല്ലാത്ത ലക്ഷ്മി അമ്മക്ക് വിശക്കുമ്പോൾ ആംഗ്യം കാണിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. എന്നാൽ ആ കൈകൾ ഉയർന്നത് കാണുമ്പോൾ രശ്മി മുഖം തിരിക്കും. തനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി അവൾ വയറ് നിറയെ കഴിക്കുമ്പോൾ അമ്മക്ക് കഞ്ഞിവെള്ളം പോലും കൃത്യസമയത്ത് നൽകിയിരുന്നില്ല. കിടന്നുണ്ണുന്നവർക്ക് ഇത്രയും ആഹാരം എന്തിനാ എന്നായിരുന്നു അവളുടെ പരിഹാസം. ദിവസങ്ങൾ കഴിയുന്തോറും ലക്ഷ്മി അമ്മയുടെ മുറിയിൽ നിന്നുള്ള ദുർഗന്ധം വീടിനുള്ളിൽ പരക്കാൻ തുടങ്ങി. അവരെ കുളിപ്പിക്കാനോ വസ്ത്രം മാറ്റാനോ രശ്മി തയ്യാറായില്ല. ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച് കണ്ണാടിക്ക് മുന്നിൽ മണിക്കൂറോളം ചെലവഴിക്കുന്ന ലക്ഷ്മിക്ക് മലമൂത്ര വിസർജനം നടത്തിയ തുണികൾ മാറ്റുന്നത് വല്ലാത്തൊരു അറപ്പായി തോന്നി. ഒടുവിൽ വൃത്തിഹീനമായ ആ സാഹചര്യത്തിൽ കിടന്ന് ലക്ഷ്മി അമ്മയുടെ ശരീരത്തിൽ വ്രണങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. വേദന കൊണ്ട് അവർ വിറക്കുമ്പോൾ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി അവർ ദയനീയമായി മരുമകളെ നോക്കും. എന്നാൽ ആ നോട്ടം പോലും തന്നെ തളച്ചിടുന്നു എന്ന് കരുതിയ രശ്മി അമ്മയുടെ മുറി പുറത്തുനിന്ന് പൂട്ടാൻ തുടങ്ങി. നാട്ടുകാരോട് അവൾ തന്റെ അഭിനയം തുടർന്നു. വഴിയിൽ കാണുന്നവരോട് കണ്ണു തുടച്ചുകൊണ്ട് അവൾ പറയും, അമ്മയുടെ അസുഖം കൂടുകയാണ്, രാത്രി മുഴുവൻ അമ്മക്കരികിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ഉറക്കമില്ല. അവളുടെ വാടിയ മുഖം കണ്ട് ആ പാവം നാട്ടുകാർ അവളോട് സഹതാപം കാണിച്ചു. ആരും കാണാതെ ശ്രീനിലയത്തിന്റെ മുകൾ നിലയിൽ അവൾ കൂട്ടുകാരികളുമായി ഫോണിൽ സൊറ പറഞ്ഞിരുന്നു. ഭർത്താവ് അയക്കുന്ന പണം മുഴുവൻ സ്വന്തം സുഖങ്ങൾക്കായി മാറ്റിവെക്കുമ്പോഴും താഴത്തെ മുറിയിൽ ഒരു ജീവൻ പതുക്കെ നിലച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മകൻ വരുമെന്ന ഏക പ്രതീക്ഷയിൽ ആ കണ്ണുകൾ വാതിലിലേക്ക് നോക്കിക്കിടന്നു. എന്നാൽ സ്നേഹത്തിന്റെ ആ വീട് പതുക്കെ ഒരു തടവറയായി മാറുന്നത് ലക്ഷ്മി അമ്മ നിസ്സഹായതയോടെ തിരിച്ചറിഞ്ഞു. ശ്രീനിലയത്തിന്റെ പിന്നാമ്പുറത്ത് പണ്ട് പശുക്കളെ കെട്ടിയിരുന്ന പഴയൊരു തൊഴുത്തുണ്ടായിരുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാത്തതുകൊണ്ട് അവിടെ നിറയെ ചിലന്തികളും പൊടിയും അടിഞ്ഞു കൂടിയിരുന്നു. മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന ആ ചെറിയ മുറിയിലേക്ക് ആരും പോകാറില്ലായിരുന്നു. എന്നാൽ രശ്മിയുടെ മനസ്സിൽ ആ മുറി മറ്റൊരു പദ്ധതിയുടെ ഭാഗമായി മാറി. വീടിനുള്ളിലെ ലക്ഷ്മി അമ്മയുടെ സാന്നിധ്യം തന്റെ ജീവിതത്തിന് തടസ്സമാകുന്നുവെന്ന് അവൾ ഉറപ്പിച്ചു. അമ്മയുടെ മുറിയിൽ നിന്നുള്ള മരുന്നിന്റെ മണവും അവരുടെ നേർത്ത കരച്ചിലും അവളെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. ഒരു രാത്രിയിൽ പുറത്തു മഴ കനത്ത് പെയ്യുമ്പോൾ രശ്മി ആ ക്രൂരമായ തീരുമാനം നടപ്പിലാക്കി. അവൾ ലക്ഷ്മി അമ്മയുടെ കട്ടിൽ ബലമായി വലിച്ചിഴച്ച് പിന്നാമ്പുറത്തെ ആ ഇരുട്ടുമുറിയിലേക്ക് മാറ്റാൻ തുടങ്ങി. സംസാരിക്കാൻ കഴിയാത്ത ആ പാവം അമ്മ തന്റെ കൈകൾ കൂപ്പി മരുമകളോട് യാചിച്ചു, എന്നെ ഇവിടെ നിന്നും മാറ്റരുത് എന്നാ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ രശ്മിയുടെ ഉള്ളിൽ ദയയുടെ ഒരു തുള്ളി പോലും ബാക്കിയുണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ ഇവിടെ കിടന്നാൽ മതി, നിങ്ങളുടെ ശല്യം എന്റെ വീടിനുള്ളിൽ വേണ്ട എന്നവൾ ദേഷ്യത്തോടെ പറഞ്ഞു. ആ പഴയ തൊഴുത്തിലെ തറയിൽ ഈർപ്പമുണ്ടായിരുന്നു. വെളിച്ചമോ ഫാനോ ഒന്നുമില്ലാത്ത ആ ഇടുങ്ങിയ മുറിയിലേക്ക് അവരെ തള്ളിയിട്ട് അവൾ പുറത്തുനിന്ന് വലിയൊരു പൂട്ടെടുത്തു പൂട്ടി. മഴത്തുള്ളികൾ മേൽക്കൂരയിലൂടെ ഉള്ളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവിടെ അമ്മ ഒറ്റക്കായി. പാറ്റകളും പഴുതാരകളും ഇഴയുന്ന ആ അഴുക്കു പുരണ്ട മുറിയിൽ ഒരു മനുഷ്യജീവിയെ പാർപ്പിക്കാൻ എങ്ങനെ തോന്നിയെന്ന് ആരെങ്കിലും ചോദിക്കുമെന്ന് അവൾ ഭയപ്പെട്ടില്ല. കാരണം ആ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ആരും വരില്ലെന്ന് അവൾക്കറിയാം. പിറ്റേ ദിവസം മുതൽ രശ്മിയുടെ ജീവിതം കൂടുതൽ സ്വതന്ത്രമായി. ഭർത്താവ് അയച്ചു കൊടുക്കുന്ന ലക്ഷക്കണക്കിന് രൂപ ഉപയോഗിച്ച് അവൾ സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ പട്ടുസാരികളും വാങ്ങി മുന്തിയ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തി. അയൽവാസികൾ ലക്ഷ്മി അമ്മയെ അന്വേഷിക്കുമ്പോൾ അവൾ വളരെ തന്ത്രപരമായി മറുപടി നൽകി. അമ്മക്ക് വല്ലാത്തൊരു പകർച്ചവ്യാധിയാണ്, ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ പകരുമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയെ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റില്ല. അവളുടെ കള്ളക്കണ്ണീർ വിശ്വസിച്ച് അയൽക്കാരും പിന്നീട് അങ്ങോട്ടേക്ക് വന്നില്ല. ഭക്ഷണം നൽകുന്ന കാര്യത്തിൽ അവളൊരു മൃഗത്തോടുള്ള പരിഗണന പോലും കാണിച്ചില്ല. രാവിലെ ബാക്കി വരുന്ന പഴയ ചോറ് ഒരു പാത്രത്തിലാക്കി ആ മുറിയിലേക്ക് വലിച്ചെറിയും. ദാഹിക്കുമ്പോൾ വെള്ളത്തിനു വേണ്ടി ലക്ഷ്മി അമ്മ പാത്രം തറയിൽ തട്ടി ശബ്ദമുണ്ടാക്കുമ്പോൾ രശ്മി ആ മുറിക്ക് മുന്നിലെത്തി അവരെ ചീത്ത വിളിക്കും.
ചോദിക്കും. എന്തിനാ ഇങ്ങനെ കിടന്ന് പിടക്കുന്നത് തള്ളേ? ഒന്ന് ചത്തു കിട്ടിയാൽ എനിക്കും സമാധാനമായേനെ എന്ന അവളുടെ വാക്കുകൾ ലക്ഷ്മി അമ്മയുടെ ഹൃദയം തകർത്തു. തന്റെ മകൻ കപ്പലിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ഈ സ്ത്രീക്ക് സുഖമായി ജീവിക്കാനാണല്ലോ എന്നോർത്തപ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ തോരാതെ പെയ്തു. മകൻ തന്നെ രക്ഷിക്കാൻ വരുമെന്ന ഒരൊറ്റ പ്രതീക്ഷയിൽ ആ ഇരുട്ടുമുറിയിലെ ഓരോ നിമിഷവും മരണതുല്യമായ വേദനയോടെ അവർ തള്ളി നീക്കി. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം കടലിന്റെ നടുവിൽ തന്റെ കപ്പലിൽ ഇരുന്ന് നീലകണ്ഠൻ വിളിക്കുമ്പോൾ രശ്മി ഒരു നടിയായി മാറുമായിരുന്നു. ഓരോ ആഴ്ചയും നീലകണ്ഠൻ വിളിക്കുന്ന സമയം അവൾക്ക് കൃത്യമായി അറിയാം. ഫോൺ റിംഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൾ തന്റെ നാടകത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കും. മുടി അല്പം അഴിച്ചിട്ടും മുഖത്ത് വല്ലാത്തൊരു തളർച്ച വരുത്തിയും അവൾ ക്യാമറക്ക് മുന്നിലെത്തും. തന്റെ ആഡംബര വസ്ത്രങ്ങളെല്ലാം മാറ്റി വളരെ സാധാരണമായ ഒരു പഴയ സാരി ആയിരിക്കും അപ്പോൾ അവൾ ധരിക്കുക. ഏട്ടാ, അമ്മ ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ. ഫോൺ എടുത്താലുടൻ അവൾ പറയും. അവളുടെ കണ്ണുകൾ അപ്പോൾ ഉള്ളുനീർ പുരട്ടിയത് കാരണം ചുവന്നിരിക്കും. നീലകണ്ഠൻ ആശങ്കയോടെ ചോദിക്കും, രശ്മി, നിന്റെ മുഖമെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നീ കരയുകയായിരുന്നോ? ഉടൻ തന്നെ രശ്മി ഒരു കള്ളച്ചിരിയോടെ മറുപടി നൽകും, അതൊന്നുമില്ല. അമ്മയ്ക്കിന്ന് ശ്വാസമുട്ടൽ കുറച്ച് കൂടുതലായിരുന്നു. അമ്മയുടെ വേദന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ അമ്മയുടെ കാല് തിരുമ്പിക്കൊടുത്ത് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒന്നുറങ്ങാൻ പോലും പറ്റിയില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നീലകണ്ഠന്റെ ഉള്ളം അഭിമാനം കൊണ്ട് നിറയും. തന്റെ അഭാവത്തിൽ അമ്മയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഭാര്യയെ ലഭിച്ചത് തന്റെ ഭാഗ്യമാണെന്ന് അദ്ദേഹം കരുതും. എന്റെ അമ്മയുടെ പുണ്യമാണ് നീ എന്ന് അദ്ദേഹം പറയുമ്പോൾ രശ്മി ഫോണിന്റെ മറവിൽ പരിഹാസത്തോടെ ചിരിക്കും. അമ്മയെ ഒന്ന് കാണിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചാൽ അവൾ ഉടൻ തന്നെ തന്ത്രം പ്രയോഗിക്കും. വേണ്ട നീലേട്ട, ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അമ്മ ഇപ്പോൾ ഒന്ന് മയങ്ങിയത്. ഇപ്പോൾ ക്യാമറയുടെ വെളിച്ചമടിച്ചാൽ അമ്മ ഉണരും. പിന്നെ രാത്രി മുഴുവൻ അമ്മ കഷ്ടപ്പെടും. നമുക്ക് അടുത്ത തവണ നോക്കാം എന്ന് പറഞ്ഞ് അവൾ ആഗ്രഹം മുളയിലേന്നുള്ളും. യാഥാർത്ഥ്യത്തിൽ നീലകണ്ഠൻ അയച്ചു കൊടുക്കുന്ന പണം മുഴുവൻ സ്വന്തം പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു രശ്മി. ലക്ഷ്മി അമ്മക്ക് മരുന്ന് വാങ്ങാനെന്ന പേരിൽ അവൾ വലിയ തുകകൾ എഴുതിയെടുത്തു. എന്നാൽ ആ പാവം അമ്മക്ക് പച്ചവെള്ളം പോലും കൃത്യമായി നൽകിയിരുന്നില്ല. തൊഴുത്തിലെ ആ ഇരുട്ടുമുറിയിൽ അഴുക്കിനും ദുർഗന്ധത്തിനും ഇടയിൽ കിടന്ന് ലക്ഷ്മി അമ്മ തന്റെ മകന്റെ ശബ്ദം എങ്ങനെയെങ്കിലും ഒന്ന് കേൾക്കാൻ കാതോർക്കും. പക്ഷേ മകന്റെ ശബ്ദം ഫോണിലൂടെ കേൾക്കുമ്പോൾ രശ്മി ടിവിയുടെ ശബ്ദം കൂട്ടിവെക്കുകയോ അല്ലെങ്കിൽ ആ മുറിയുടെ വാതിൽ ബലമായി അടക്കുകയോ ചെയ്യും. ഫോൺ വെച്ചു കഴിഞ്ഞാൽ രശ്മിയുടെ ഭാവം പെട്ടെന്ന് മാറും. കണ്ണിലെ ആ കള്ളക്കണ്ണീർ തുടച്ചു മാറ്റി അവൾ തന്റെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കും. നിങ്ങളെ മകൻ നിങ്ങളെ കാണാൻ വരില്ല കിഴവി, നിങ്ങൾ അവിടെ കിടന്നു തന്നെ ചാകും എന്ന് തൊഴുത്തിന്റെ ദിശയിലേക്ക് നോക്കി അവൾ ആക്രോശിക്കും. സ്നേഹത്തിന്റെ ഈ വഞ്ചന ലോകം അറിയുന്നില്ലെങ്കിലും ആ കായലോരത്തെ കാറ്റും മരങ്ങളും ലക്ഷ്മി അമ്മയുടെ നിശബ്ദമായ നിലവിളിക്ക് സാക്ഷിയായി നിന്നു. തന്റെ ഭാര്യയുടെ ചതി മനസ്സിലാക്കാതെ നീലകണ്ഠൻ കപ്പലിൽ ജോലി തുടരുമ്പോൾ നാട്ടിലെ ശ്രീനിലയത്തിൽ ഒരു ദുരന്തം അതിന്റെ പൂർണ്ണതയിലേക്ക് നീങ്ങുകയായിരുന്നു. കടലിലെ ദൗത്യം നിശ്ചയിച്ചതിലും നേരത്തെ പൂർത്തിയാക്കിയതിനാൽ കപ്പൽ കമ്പനി നീലകണ്ഠന് 2 ആഴ്ചത്തെ അവധി നേരത്തെ അനുവദിച്ചു. തന്റെ പ്രിയപ്പെട്ട അമ്മയെയും ഭാര്യയെയും സർപ്രൈസ് ചെയ്യാമെന്ന് കരുതി അദ്ദേഹം ആരോടും പറയാതെയാണ് നാട്ടിലേക്ക് തിരിച്ചത്. ആലപ്പുഴയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു. അമ്മക്ക് പ്രിയപ്പെട്ട മധുര പലഹാരങ്ങളും ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട വില കൂടിയ പട്ടുസാരിയുമായി അദ്ദേഹം ഒരു ടാക്സിയിൽ ശ്രീനിലയത്തിന്റെ പടിക്കലെത്തി. കായൽ കാറ്റ് വീശുന്ന ആ വൈകുന്നേരം തറവാടിന് ചുറ്റും വല്ലാത്തൊരു ശ്മശാനമോകത അനുഭവപ്പെടുന്നത് നീലകണ്ഠൻ ശ്രദ്ധിച്ചു. പണ്ട് പൂത്തുലഞ്ഞു നിന്നിരുന്ന മുറ്റത്തെ ചെടികളെല്ലാം ഉണങ്ങി നശിച്ചിരിക്കുന്നു. വീടിന്റെ ഉമ്മറത്തെ ലൈറ്റ് പോലും തെളിച്ചിട്ടില്ല. അദ്ദേഹം പതുക്കെ ഉമ്മറത്ത് കയറി വീടിന്റെ പ്രധാന വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. അമ്മേ, രശ്മി, ഞാൻ വന്നു എന്ന് സന്തോഷത്തോടെ വിളിച്ചുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് കയറി. എന്നാൽ അകത്തുനിന്ന് മറുപടി ഒന്നും വന്നില്ല. അദ്ദേഹം നേരെ അമ്മയുടെ മുറിയിലേക്ക് ഓടി. വാതിൽ തുറന്ന് നീലകണ്ഠൻ ഒരു നിമിഷം തറച്ചു നിന്നുപോയി. അതൊരിക്കലും ലക്ഷ്മി അമ്മയുടെ മുറിയാണെന്ന് തോന്നിയിരുന്നില്ല. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു. അമ്മയുടെ മെഡിക്കൽ കട്ടിലും മരുന്നുകളും ഇരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വലിയൊരു ഡ്രസ്സിംഗ് ടേബിളും ആധുനികമായ അലമാറയുമാണ് ഇരിക്കുന്നത്. മുറി മുഴുവൻ രശ്മിയുടെ മേക്കപ്പ് സാധനങ്ങളും പുതിയ ചെരുപ്പുകളും വസ്ത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അമ്മയെ പരിചരിക്കാനായി താൻ ഒരുക്കിയ ആ മുറിയിൽ അമ്മയുടെ ഒരടയാളം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. അമ്മേ, എവിടെ പോയി അമ്മ? നീലകണ്ഠന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു വിറയൽ പടർന്നു. അദ്ദേഹം വീടിന്റെ ഓരോ മുറിയും തിരഞ്ഞു. അടുക്കളയിലും സ്റ്റോർ റൂമിലും മുകളിലത്തെ നിലയിലും അമ്മയെ കണ്ടില്ല. വീടിനുള്ളിൽ
വീടിനുള്ളിൽ എയർ കണ്ടീഷണറിന്റെ ചെറിയ ശബ്ദം ഒഴികെ മറ്റൊന്നും കേൾക്കാനില്ല. രശ്മി പുറത്തു പോയിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ അമ്മ എവിടെ? അദ്ദേഹത്തിന്റെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. മനസ്സിൽ ഭയാനകരമായ ചിന്തകൾ മിന്നിമറഞ്ഞു. അമ്മക്ക് വല്ലതും സംഭവിച്ചു കാണുമോ? രശ്മി തന്നോട് നുണ പറയുകയായിരുന്നോ? അദ്ദേഹം വീടിന്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു. അവിടെ വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ആ പഴയ തൊഴുത്തിന്റെ ഭാഗത്തു നിന്ന് വല്ലാത്തൊരു ശബ്ദം കേട്ടു. ആരോ ശ്വാസം കിട്ടാതെ പിടിയുന്നത് പോലെയുള്ള ഒരു ശബ്ദം. ആ ശബ്ദം കേട്ട നീലകണ്ഠന്റെ രക്തം തണുത്തുപോയി. അദ്ദേഹം തൊഴുത്തിനു മുന്നിലെത്തി. കാലപ്പഴക്കം ചെന്ന ആ മരവാതിൽ പുറത്തുനിന്ന് ഒരു വലിയ പൂട്ടുകൊണ്ട് പൂട്ടിയ നിലയിലായിരുന്നു. വാതിലിന്റെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കിയ നീലകണ്ഠൻ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അകത്തുനിന്ന് വരുന്നത് തന്റെ അമ്മയുടെ ഒച്ചയാണെന്ന് ആ മകൻ തിരിച്ചറിഞ്ഞു. അമ്മേ എന്ന് അദ്ദേഹം അലറി വിളിച്ചു. പരിഭ്രാന്തിയോടെ അദ്ദേഹം പരിസരത്ത് തിരഞ്ഞു. അവിടെ കിടന്ന ഒരു വലിയ ഇരുമ്പ് തണ്ടെടുത്ത് അദ്ദേഹം തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ പൂട്ട് തകർത്തു. വാതിൽ വലിച്ചു തുറന്ന് നീലകണ്ഠന്റെ മുന്നിൽ തെളിഞ്ഞത് നഗരതുല്യമായ ഒരു കാഴ്ചയായിരുന്നു. വെളിച്ചമോ കാറ്റോ കിടക്കാത്ത ആ ഇരുട്ടുമുറിയിൽ നിലത്ത് വിരിച്ച ഒരു കീറിയ പായയിൽ ഒരു രൂപം ചുരുണ്ടുകൂടി കിടക്കുന്നു. മുടി ജട പിടിച്ച് അഴുക്കുപുരണ്ട വസ്ത്രങ്ങളുമായി എല്ലും തോലുമായി മാറിയ ആ രൂപം തന്റെ അമ്മയാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ഏതാനും നിമിഷങ്ങൾ വേണ്ടി വന്നു. മലമൂത്ര വിസർജനം നടത്തിയ തുണികൾക്കിടയിൽ ഈച്ചകൾ ആർത്തലക്കുന്ന ആ സാഹചര്യത്തിൽ തന്റെ അമ്മ കിടക്കുന്നത് കണ്ട് നീലകണ്ഠൻ തളർന്നു വീണുപോയി. ലോകം മുഴുവൻ കീഴടക്കിയ ഒരു ക്യാപ്റ്റൻ തന്റെ അമ്മയുടെ മുന്നിൽ ഒരു നിസ്സഹായനെ പോലെ പൊട്ടിക്കരഞ്ഞു. സ്നേഹത്തിന്റെ തറവാട് എന്ന് താൻ കരുതിയ ശ്രീനിലയത്തിനുള്ളിൽ തന്റെ ഭാര്യ ഇത്രയും വലിയൊരു പാപം ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. തന്റെ മാരകമായ ആയുധം പോലെ സ്നേഹത്തെ ഉപയോഗിച്ച രശ്മിയോടുള്ള ക്രോധം അദ്ദേഹത്തിന്റെ ഉള്ളിൽ അഗ്നിപർവ്വതം പോലെ ഇരുമ്പിത്തുടങ്ങി. വാതിൽ തുറന്നപ്പോൾ അകത്തേക്ക് വീണ വെളിച്ചം കണ്ട ലക്ഷ്മി അമ്മ ഭയന്നു വിറച്ചു. ആഴ്ചകളായി ഇരുട്ടിൽ മാത്രം കഴിഞ്ഞിരുന്ന അവരുടെ കണ്ണുകൾക്ക് ആ വെളിച്ചം താങ്ങാൻ കഴിഞ്ഞില്ല. തന്നെ അടിക്കാനോ ഉപദ്രവിക്കാനോ വന്ന ആരോ ആണെന്ന് കരുതി ആ പാവം അമ്മ തന്റെ മെലിഞ്ഞ കൈകൾ കൊണ്ട് മുഖം മറച്ചു. ശ്വാസം മുട്ടുന്ന ആ ശബ്ദത്തിൽ അവർ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. നീലകണ്ഠൻ ഓടിച്ചെന്ന് അവരുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അമ്മേ, ഇത് ഞാനാണ്, നിങ്ങളുടെ നീലു, അദ്ദേഹം വിറക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. തന്റെ മകന്റെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയുടെ കൈകൾ പതുക്കെ മുഖത്ത് നിന്ന് മാറ്റി. ആ ചുക്കിച്ചുളിഞ്ഞ മുഖത്ത് കണ്ട ഭയം പതുക്കെ മാഞ്ഞുപോയി. പകരം അവിടെ സങ്കടത്തിന്റെ ഒരു വലിയ ഏറ്റമുണ്ടായി. സംസാരിക്കാൻ കഴിയാത്ത ആ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലുകളായി ഒഴുകി. അവർ വല്ലാതെ ശോഷിച്ചു പോയിരുന്നു. വെറും ഒരു അസ്ഥികൂടം പോലെ. നീലകണ്ഠൻ അവരെ വാരിയെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കപ്പലിലെ കാറ്റും കൊടുങ്കാറ്റിലും കുലുങ്ങാത്ത ആ കരുത്തൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. എനിക്ക് മാപ്പു തരൂ അമ്മേ, ഞാൻ വൈകിപ്പോയി. ഈ നരകത്തിൽ നിങ്ങളെ വിട്ടിട്ട് പോയതിന് എന്നോട് പൊറുക്കണേ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തേങ്ങലിൽ മുങ്ങിപ്പോയി. ലക്ഷ്മി അമ്മ തന്റെ മകന്റെ മുഖത്ത് വിറക്കുന്ന കൈകൾ കൊണ്ട് തലോടി. എനിക്ക് വെള്ളം വേണം എന്നാവാം ആ കൈകൾ പറഞ്ഞിരുന്നത്. അവരുടെ ചുണ്ടുകൾ വല്ലാതെ വരണ്ടുണങ്ങിയിരുന്നു. നീലകണ്ഠൻ ഉടൻ തന്നെ ആ അഴുക്കുപുരണ്ട് പായയിൽ നിന്ന് മാറ്റി. തന്റെ ബലമുള്ള കൈകളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അദ്ദേഹം അവരെ എടുത്തുയർത്തി. പ്രധാന വീടിനുള്ളിലെ തന്റെ മുറിയിലേക്കാണ് അദ്ദേഹം അവരെ കൊണ്ടുപോയത്. അഴുക്കുപുരണ്ട ആ വസ്ത്രങ്ങൾ മാറ്റി അദ്ദേഹം തന്നെ നേരിട്ട് അമ്മയെ കുളിപ്പിച്ചു. അവരുടെ ശരീരത്തിൽ വ്രണങ്ങൾ രൂപപ്പെട്ടത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളം നേറി. ഈച്ചകൾ ആർത്തലക്കുന്ന ആ തൊഴുത്തിൽ ഇത്രയും നാൾ തന്റെ അമ്മ എങ്ങനെ ശ്വസിച്ചു എന്ന് അദ്ദേഹം ആലോചിച്ചു. കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിച്ച് കട്ടിലിൽ കിടത്തിയപ്പോൾ ലക്ഷ്മി അമ്മയുടെ മുഖത്ത് മാസങ്ങൾക്ക് ശേഷം ഒരു സമാധാനം തെളിഞ്ഞു. നീലകണ്ഠൻ സ്പൂണിൽ കുറച്ച് വെള്ളം അമ്മയുടെ വായിലേക്ക് നൽകി. ഓരോ തുള്ളി വെള്ളം ഇറക്കുമ്പോഴും അവർ മകന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. താൻ ഇവിടെയുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആ കൈകൾ മകന്റെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. ഡോക്ടറെ വിളിച്ചു വരുത്തിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെയും ഞെട്ടിച്ചു. 2 ആഴ്ച കൂടി ഇതേ അവസ്ഥയിൽ തുടർന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇവരെ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ഡോക്ടറുടെ ഈ വാക്കുകൾ നീലകണ്ഠന്റെ കാതുകളിൽ ഇടുത്തി പോലെ പതിച്ചു. തന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ച രശ്മിയോടുള്ള പക അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ചുവന്ന നിറമായി പടർന്നു. സ്നേഹത്തിന്റെ നാടകം കളിച്ച് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്ത ആ സ്ത്രീയോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു. മുറിയിൽ ലക്ഷ്മി അമ്മ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. മകൻ അരികിലുണ്ടെന്ന ഉറപ്പിൽ അവർ വർഷങ്ങൾക്ക് ശേഷം സമാധാനമായി കണ്ണുകൾ അടച്ചു. എന്നാൽ നീലകണ്ഠന്റെ ഉള്ളിൽ ഒരു കടൽ ഇരുമ്പുകയായിരുന്നു. രശ്മി തിരിച്ചെത്തുന്ന ആ നിമിഷത്തിനായി അദ്ദേഹം കസേരയിൽ കാത്തിരുന്നു. രാത്രി ഏകദേശം 9 മണിയായിട്ടുണ്ടാകും. ശ്രീനിലയത്തിന്റെ പൂമുഖത്ത് ടാക്സി വന്നു നിന്നു. ആഡംബര വസ്ത്രങ്ങൾ ധരിച്ച് കയ്യിൽ നിറയെ വില കൂടിയ ബ്രാൻഡുകളുടെ ഷോപ്പിംഗ് ബാഗുകളുമായി രശ്മി കാറിൽ നിന്നിറങ്ങി. മുഖത്ത് അഹങ്കാരത്തിന്റെ ഭാവം. വീടിന്റെ ഉമ്മറത്ത് ലൈറ്റുകൾ ഇല്ലാത്തത് അവളെ അല്പം അത്ഭുതപ്പെടുത്തിയെങ്കിലും അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു. അകത്ത്
താഴത്തെ ഹാളിന്റെ മൂലയിൽ ഇരുട്ടിൽ ഒരു രൂപം ഇരിക്കുന്നത് കണ്ട് അവൾ ഞെട്ടിപ്പോയി. ഭയത്തോടെ സ്വിച്ച് ഇട്ടപ്പോൾ മുന്നിലിരിക്കുന്നത് തന്റെ ഭർത്താവാണെന്ന് കണ്ട രശ്മിയുടെ കയ്യിൽ നിന്ന് ബാഗുകൾ താഴെ വീണു. നീലേട്ടാ, നിങ്ങളിതെപ്പോഴാ വന്ന്? അടുത്ത ആഴ്ചയല്ലേ വരേണ്ടിയിരുന്നത്? അവളുടെ ശബ്ദം വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. നീലകണ്ഠൻ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഒരു കരിങ്കല്ല് പോലെ നിശ്ചലമായിരുന്നു. അമ്മയുടെ രശ്മി? വളരെ ശാന്തമായ എന്നാൽ ഭയപ്പെടുത്തുന്ന ഒരു സ്വരത്തിൽ അദ്ദേഹം ചോദിച്ചു. രശ്മി ഒരു നിമിഷം പതറിയെങ്കിലും ഉടൻ തന്നെ ആ പഴയ നാടകം പുറത്തെടുത്തു. അമ്മയോ? അമ്മ മുറിയിൽ ഉറങ്ങുകയാണ്. വൈകുന്നേരം നല്ല പനി ഉണ്ടായിരുന്നു. ഞാൻ മരുന്നൊക്കെ കൊടുത്ത് ഉമ്രത്ത് വന്നിരുന്നപ്പോൾ എപ്പോഴും ഉറങ്ങിപ്പോയി. ഞാൻ അമ്മയുടെ അരികിലേക്ക് പോവുകയായിരുന്നു. നീലകണ്ഠൻ സാവധാനം എഴുന്നേറ്റു. പെട്ടെന്ന് അദ്ദേഹം അവളുടെ മുടിക്ക് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ആ, എന്തേ കാണിക്കുന്നത്? വിടു എന്നെ! അവൾ വേദന കൊണ്ട് നിലവിളിച്ചു. എന്നാൽ നീലകണ്ഠൻ അത് കേട്ടില്ല. അദ്ദേഹം അവളെ വലിച്ചിഴച്ച് വീടിന്റെ പുറകിലെ ആ പഴയ തൊഴുത്തിന് മുന്നിലെത്തിച്ചു. തകർന്നു കിടക്കുന്ന പൂട്ട് കണ്ടപ്പോൾ രശ്മിയുടെ മുഖത്തെ ചോരയൊലിച്ചു പോയി. അവളുടെ സർവ്വധൈര്യവും ആ നിമിഷം ചോർന്നുപോയി. തുറന്നു കിടക്കുന്ന ആ ഇരുട്ടുമുറിയുടെ മുന്നിൽ വെച്ച് നീലകണ്ഠൻ അവളെ തടഞ്ഞു നിർത്തി. നോക്ക് രശ്മി, ഇതിന്റെ ഉള്ളിലേക്ക് നോക്ക്. എന്റെ അമ്മയെ നീ പാർപ്പിച്ചത് ഇവിടെയാണല്ലേ? നിനക്ക് സ്വർണം വാങ്ങാനും സുഖിക്കാനും വേണ്ടി എന്റെ അമ്മയെ നീ ഈ നഗരത്തിൽ തള്ളിയില്ലേ? അദ്ദേഹത്തിന്റെ ഗർജനം കേട്ട് പരിസരത്തെ പക്ഷികൾ ഭയന്നോടി. രശ്മി അദ്ദേഹത്തിന്റെ കാലിൽ വീണ് കരയാൻ തുടങ്ങി. എനിക്ക് തെറ്റുപറ്റിപ്പോയി നീലേട്ടാ, ദയവായി എന്നോട് ക്ഷമിക്കൂ. അമ്മക്ക് സൗകര്യമുള്ള മുറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ. അവളുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. എന്റെ അമ്മ അനുഭവിച്ച വേദനയുടെ ഒരു തുള്ളിയെങ്കിലും നീ ഇന്ന് അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവളെ ആ അഴുക്കു പുരണ്ട മുറിയിലേക്ക് തള്ളിയിട്ടു. അകത്തുനിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ച അവളെ തടഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വലിയ വാതിൽ പുറത്തുനിന്ന് പൂട്ടിക്കളഞ്ഞു. നീലൻ, വാതിൽ തുറക്കൂ, എനിക്ക് പേടിയാവുന്നു. ഇവിടെ വല്ലാത്ത മണമാണ്. തുറക്കൂ. അവൾ വാതിലിൽ ശക്തിയായി അടിച്ചു കരഞ്ഞു. എന്നാൽ നീലകണ്ഠൻ അനങ്ങിയില്ല. എന്റെ അമ്മ മാസങ്ങളോളം ഇവിടെ കഴിഞ്ഞപ്പോൾ നിനക്ക് ഈ പേടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നൊരു രാത്രി നീ ഇതിനുള്ളിൽ കഴിയണം. മരിച്ചുപോയെന്ന് നീ നാട്ടുകാരോട് പറഞ്ഞ് എന്റെ അമ്മ ജീവനോടെ ഉണ്ടോ എന്ന് നാളെ പോലീസ് വന്ന് നോക്കട്ടെ. അദ്ദേഹം ആ കട്ടുകൂടിയ പൂട്ടിട്ട് അവിടെ തന്നെ നിന്നു. ഇരുട്ടിൽ ആ സ്റ്റോർ റൂമിനുള്ളിൽ നിന്ന് രശ്മിയുടെ അലർച്ചകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. സ്നേഹത്തിന്റെ വഞ്ചനക്ക് കാലം കരുതി വെച്ച ഏറ്റവും വലിയ ശിക്ഷയായിരുന്നു ആ രാത്രി അവൾ അനുഭവിച്ചത്. ശ്രീനിലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകരമായ രാത്രിയായിരുന്നു അത്. ഒരു വശത്ത് മാസങ്ങൾക്ക് ശേഷം സ്വന്തം മകന്റെ തണലിൽ സുരക്ഷിതമായി ഉറങ്ങുന്ന ലക്ഷ്മി അമ്മ, മറുവശത്ത് താൻ ചെയ്ത ക്രൂരതകളുടെ ഫലം ഒരു രാത്രി കൊണ്ട് അനുഭവിച്ചു തീർക്കുന്ന രശ്മി. തൊഴുത്തിലെ ആ ഇടുങ്ങിയ മുറിയിൽ നിന്ന് രശ്മിയുടെ നിലവിളികൾ പതുക്കെ അടങ്ങിയിരുന്നു. പുറത്ത് കാവൽക്കാരനെ പോലെ നീലകണ്ഠൻ ഇരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഉറക്കമില്ലായിരുന്നു. പകരം തന്റെ അമ്മ അനുഭവിച്ച ഓരോ നിമിഷത്തെയും കുറിച്ചുള്ള നീറ്റലായിരുന്നു. പ്രഭാതമായതോടെ നീലകണ്ഠൻ പോലീസിനെ വിവരമറിയിച്ചു. ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിൽ നിന്നുള്ള ജീപ്പ് ശ്രീനിലയത്തിന്റെ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു. ഇൻസ്പെക്ടറും 2 വനിതാ കോൺസ്റ്റബിൾമാരും നീലകണ്ഠന്റെ അരികിലെത്തി. അദ്ദേഹം ഒരു വാക്കുപോലും മിണ്ടാതെ അവരെ കൂട്ടി വീടിന്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു. തകർന്നു കിടക്കുന്ന പൂട്ടും ആ പഴയ തൊഴുത്തിന്റെ വാതിലും കണ്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായി. നീലകണ്ഠൻ വാതിൽ തുറന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി ഭയന്നു വിറച്ച് മൂലയിൽ ഇരിക്കുന്ന രശ്മിയെയാണ് എല്ലാവരും കണ്ടത്. അവളുടെ ആഡംബര വസ്ത്രങ്ങളെല്ലാം അഴുക്കു പുരണ്ടിരുന്നു. പോലീസിനെ കണ്ടതും അവൾ ഓടി വന്ന് ഇൻസ്പെക്ടറുടെ കാലിൽ പിടിച്ചു. സർ, ഇദ്ദേഹം എന്നെ ഇവിടെ പൂട്ടിയിട്ടു. ഇദ്ദേഹത്തിന് ഭ്രാന്താണ്, എന്നെ രക്ഷിക്കൂ, അവൾ കരഞ്ഞു പറഞ്ഞു. എന്നാൽ ഇൻസ്പെക്ടർ അവളെ രൂക്ഷമായി നോക്കി. ഈ മുറി എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? അദ്ദേഹം ചോദിച്ചു. രശ്മിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നീലകണ്ഠൻ ഇൻസ്പെക്ടറെ അമ്മയുടെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കട്ടിലിൽ അവശയായി കിടക്കുന്ന ലക്ഷ്മി അമ്മയെയും അവരുടെ ശരീരത്തിലെ വ്രണങ്ങളും കണ്ടപ്പോൾ ആ പോലീസുകാരന്റെ ഹൃദയം പോലും നടുങ്ങിപ്പോയി. ഒരു മനുഷ്യജീവിയോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യാൻ എങ്ങനെ തോന്നി? ഇൻസ്പെക്ടർ രശ്മിയോട് ഗർജിച്ചു. അയൽവാസികൾ ഓരോരുത്തരായി അവിടെ തടിച്ചുകൂടി. രശ്മി പറഞ്ഞിരുന്ന നുണക്കഥകൾ കേട്ട് അവളെ ആദരിച്ചിരുന്ന അവർ സത്യമറിഞ്ഞപ്പോൾ അവൾക്ക് നേരെ ശാപവാക്കുകൾ ചൊരിഞ്ഞു. അമ്മക്ക് മരുന്നും ഭക്ഷണവും നൽകാനെന്ന പേരിൽ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങളാണ് ഇവൾ ഓരോ മാസവും പിൻവലിച്ചിരുന്നത്. എന്നിട്ട് എന്റെ അമ്മയെ പാർപ്പിച്ചത് ഈ തൊഴുത്തിലായിരുന്നു. നീലകണ്ഠൻ വിറക്കുന്ന ശബ്ദത്തിൽ തെളിവുകൾ സഹിതം പറഞ്ഞു. രശ്മിയുടെ കയ്യിൽ പോലീസ് വിലങ്ങ് വെച്ചു. ആ ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കെ ആഡംബര ജീവിതം മോഹിച്ച രശ്മി ഒരു കുറ്റവാളിയെ പോലെ പോലീസ് ജീപ്പിലേക്ക് കയറി. മുതിർന്ന പൗരന്മാരോടുള്ള ക്രൂരതക്കും കൊലപാതക ശ്രമത്തിനും പോലീസ് കേസെടുത്തു. ഡോക്ടറുടെ റിപ്പോർട്ടും തൊഴുത്തിലെ സാഹചര്യങ്ങളും അവൾക്കെതിരെയുള്ള ശക്തമായ തെളിവുകളായി. ജീപ്പ് നീങ്ങുമ്പോൾ നീലകണ്ഠൻ ഉമ്രത്ത് നിന്നു. അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ അഗ്നി അണഞ്ഞിരുന്നു. പകരം വല്ലാത്തൊരു ശൂന്യതയെ
ഓർക്കുകയായിരുന്നു. സ്നേഹിച്ച പെണ്ണ് ഇത്രയും വലിയൊരു ചതിയത്തിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞേക്കാൾ തന്റെ അമ്മയുടെ നിശബ്ദമായ കരച്ചിൽ ഇത്രയും കാലം കേൾക്കാൻ കഴിയാത്തതിലായിരുന്നു അദ്ദേഹത്തിന് വിഷമം. എങ്കിലും വൈകിയാണെങ്കിലും നീതി നടപ്പിലായതിൽ അദ്ദേഹം ആശ്വസിച്ചു. ഇനി ലക്ഷ്മി അമ്മയുടെ ശിഷ്ടകാലം കണ്ണീരില്ലാതെ നോക്കണമെന്ന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നുള്ളൂ. രശ്മിയുടെ അറസ്റ്റോടെ ശ്രീനിലയത്തിലെ ആ വലിയ വീട് വീണ്ടും നിശബ്ദമായി. പക്ഷേ ആ നിശബ്ദതക്ക് പഴയതുപോലെ ഭയപ്പെടുത്തുന്ന ഒരു ഭാവം ഉണ്ടായിരുന്നില്ല. അതൊരു ശാന്തിയുടെ തുടക്കമായിരുന്നു. ഏതാനും ദിവസങ്ങൾ നീണ്ട ആശുപത്രി വാസത്തിനു ശേഷം ലക്ഷ്മി അമ്മയെ നീലകണ്ഠൻ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നു. എന്നാൽ ആ പഴയ തറവാട്ടിലെ ഓരോ ചുമരും നീലകണ്ഠനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മയെ തൊഴുത്തിൽ പൂട്ടിയിട്ടതും താൻ അയച്ച പണം രശ്മി ആഡംബരങ്ങൾക്കായി ചിലവഴിക്കുന്നതും ആ വീടിന്റെ ഓരോ കോണിലും നിഴലുകൾ പോലെ അദ്ദേഹത്തെ പിന്തുടർന്നു. ഒടുവിൽ നീലകണ്ഠൻ ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം ആ വലിയ തറവാട് വിൽക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ കൈപ്പേറിയ ഓർമ്മകളിൽ നിന്ന് തന്റെ അമ്മയെ മോചിപ്പിക്കണമായിരുന്നു. ആലപ്പുഴയിലെ തിരക്കുകളിൽ നിന്ന് മാറി പുന്നമടക്കായലിന്റെ മറ്റൊരു തീരത്ത് മനോഹരമായ ഒരു ചെറിയ വീട് അദ്ദേഹം വാങ്ങി. അമ്മ എന്നായിരുന്നു അദ്ദേഹം ആ വീടിന് നൽകിയ പേര്. അവിടെ വെളിച്ചവും കാറ്റും കയറുന്ന വലിയ ജനലുകളുള്ള ഒരു മുറി അദ്ദേഹം അമ്മക്കായി ഒരുക്കി. കപ്പലിലെ ജോലിയിൽ നിന്ന് നീലകണ്ഠൻ ദീർഘകാലത്തെ അവധിയെടുത്തു. ഇനി എനിക്ക് അമ്മയെ നോക്കണം. അമ്മയുടെ നഷ്ടപ്പെട്ടു പോയ മാസങ്ങൾ എനിക്ക് തിരിച്ചു നൽകണം, അദ്ദേഹം കൂട്ടുകാരോട് പറഞ്ഞു. ഓരോ ദിവസവും പുലർച്ചെ എഴുന്നേറ്റ് അദ്ദേഹം തന്നെ നേരിട്ട് അമ്മയെ കുളിപ്പിച്ചു. അവർക്ക് പ്രിയപ്പെട്ട വിഭവങ്ങൾ അദ്ദേഹം പാകം ചെയ്തു നൽകി. സംസാരശേഷി പൂർണ്ണമായും തിരികെ കിട്ടിയില്ലെങ്കിലും നീലകണ്ഠൻ അരികിലിരുന്ന് പഴയ കാര്യങ്ങൾ പറയുമ്പോൾ ലക്ഷ്മി അമ്മയുടെ കണ്ണുകളിൽ തെളിയുന്ന തിളക്കം എല്ലാറ്റിനും പകരമായിരുന്നു. വൈകുന്നേരങ്ങളിൽ അദ്ദേഹം അമ്മയെ വീൽചെയറിൽ ഇരുത്തി കായൽ തീരത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. അസ്തമയ സൂര്യന്റെ ചുവന്ന കിരണങ്ങൾ ആ മുഖത്ത് പതിക്കുമ്പോൾ മാസങ്ങൾക്ക് ശേഷം ലക്ഷ്മി അമ്മ പതുക്കെ പുഞ്ചിരിക്കാൻ തുടങ്ങി. ഒരു ദിവസം കായലിലെ ഓളങ്ങൾ നോക്കിയിരിക്കുമ്പോൾ അവർ മകന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. നീലു എന്ന് അവർ വളരെ കഷ്ടപ്പെട്ട് വിളിച്ചു. ആ വിളി കേട്ട് നീലകണ്ഠന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് കേവലം ഒരു വിളിയായിരുന്നില്ല, മകനോടുള്ള അളവറ്റ സ്നേഹവും നന്ദിയുമായിരുന്നു. കോടതിയിൽ രശ്മിയുടെ കേസ് വിചാരണക്ക് വന്നു. അവൾ ചെയ്ത ക്രൂരതകൾ ഓരോന്നായി പുറത്തു വന്നപ്പോൾ ജഡ്ജി പോലും ഞെട്ടിപ്പോയി. സ്വന്തം അമ്മായിയമ്മയെ മൃഗത്തെ പോലെ പൂട്ടിയിട്ടതിന് നിയമം അവൾക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകി. ജയിലിലെ ആ ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുമ്പോൾ രശ്മി ആദ്യമായി ആ പഴയ തൊഴുത്തിലെ ഇരുട്ടിനെ കുറിച്ച് ഓർത്തു. താൻ ചെയ്ത പാപത്തിന്റെ ആഴം അവൾ പതുക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും എല്ലാം വൈകിപ്പോയിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. നീലകണ്ഠൻ പിന്നീട് കപ്പലിലേക്ക് പോയില്ല. നാട്ടിൽ തന്നെ ചെറിയൊരു ബിസിനസ് തുടങ്ങി അദ്ദേഹം അമ്മക്കൊപ്പം കഴിഞ്ഞു. ലോകത്ത് ഏറ്റവും വലിയ പുണ്യം മാതാപിതാക്കളെ നോക്കുന്നതാണെന്നും ആ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ലെന്നും നീലകണ്ഠന്റെ ജീവിതം നാട്ടുകാർക്ക് കാട്ടിക്കൊടുത്തു. ഇരുട്ടിനെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച ആ മകന്റെയും അമ്മയുടെയും കഥ കായലോരത്തെ കാറ്റിൽ ഇന്നും ഒരു പാട്ടായി ഒഴുകുന്നു.